ഏറ്റവും വലിയ ഭീരുത്വമാണെന്ത്? സൂയിസൈഡ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നൊമ്പരം. ഇനി സൂയിസൈഡിനെ പറ്റി ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിനെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിച്ചു കേട്ടോ. വിനോദ് വിക്രമാദിത്യൻ, കേരള ഗവൺമെൻറ്റിലെ നല്ല മിടുമിടുക്കനായ ഒരു പോലീസ് ഓഫീസറാണ്. നമ്മുടെ തേവലോസ് കോളേജിലെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു വിനോദ് വിക്രമാദിത്യൻ. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം വിനോദ് വിക്രമാദിത്യൻ്റെ പ്രഭാഷണങ്ങൾ. ഭയങ്കര ജീനിയസാണ് കേട്ടോ വിനോദ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനോദിൻ്റെ പ്രഭാഷണങ്ങൾ. വിനോദ് ഇവിടെ ചെയർമാനായിട്ട് പറഞ്ഞ എല്ലാ പ്രസംഗങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുമായിരുന്നു? കേൾക്കുമായിരുന്നു. ഭയങ്കര ക്വിസ് മാസ്റ്ററാണ്. നിങ്ങളെയും കാണാൻ വേണ്ടി വിനോദ് എന്ത് ചെയ്യും? വരും. അപ്പോൾ വിനോദ് പറഞ്ഞ എന്താണെന്നറിയോ? ഈ സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു 95% അത് ഒറ്റയടിയിൽ എന്താവത്തില്ല, സക്സസ് ആവത്തില്ല. അത് കിടന്നങ്ങ് നരകിക്കുക. പിന്നെന്ത്? അവർ ഭയങ്കര ദേഹം മുഴുവൻ ഹാഫ് പൊള്ളുന്ന ആളുകൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് പെട്ടെന്നങ്ങ് എന്ത് ചെയ്യുക? തീ കത്തിക്കുക. അന്തോ കുന്തോ ഒന്നും നോക്കാതെ പെട്ടെന്ന് ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഔട്ട്ബേസ്റ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക? പെട്ടെന്ന് തീ കത്തിക്കും. പക്ഷെ അത് കഴിഞ്ഞാണ് പകുതി പൊള്ളി ഭയങ്കര അങ്ങ് മറചട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നത് പോലാണ് പിന്നെ ആ ദിവസങ്ങൾ. ചില ആളുകൾ റിക്കവർ ചെയ്ത് വരും. ദേഹം മുഴുവൻ എന്ത് ചെയ്ത് പൊള്ളി വലിഞ്ഞ് ഡിസ്ഫിഗേർഡൊക്കെ ആയി. പുറത്തെ സൗന്ദര്യത്തിന് പ്രസക്തിയില്ല, അകത്തെ സൗന്ദര്യത്തിനാണ് എന്ത് പ്രസക്തി. എങ്കിലും ഞാൻ പറയുവാണ്, റെഡി. അതുകൊണ്ട് നമ്മൾ ഈ സൂയിസൈഡിനൊക്കെ എതിരെ എന്ത് ചെയ്യണം? യുദ്ധം പ്രഖ്യാപിക്കണം. ആര്? അധ്യാപകർ. അതിനൊക്കെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ become a fully functional person. പൂർണ്ണമായി ഫങ്ഷണലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അങ്ങനെ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണായി നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നല്ല ആശംസകൾ. താങ്ക് യു വെരി മച്ച്.